ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിന്റെ സാമ്പത്തിക നില ഗുരുതരമെന്ന് വ്യക്തമാക്കി ഗവർണറുടെ നയപ്രഖ്യാപനം. ഭൂനിയമങ്ങളിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവാവധി. കേരള സിലബസ് കാലാഹരണപ്പെട്ടതാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ബോധപൂർവം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും ശിവൻകുട്ടി. ദേശീയപാത ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കെ രാജൻ MLA കത്ത് നൽകി. പ്രതിസന്ധി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അടിയന്തര യോഗം വിളിക്കണമെന്നും MLA. ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനം ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി. ഭരണപക്ഷം ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷം. കൊടകര ടൗണിലെ കാനകളിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുമായി പഞ്ചായത്ത് അധികൃതർ. കാനകളിലേക്ക് മാലിന്യം തള്ളിയത് കണ്ടെത്തിയ 3 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ വീണ്ടും പ്രതിഷേധം. അസഹനീയമായ ദുർഗന്ധമുയർന്നതോടെയാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വാർത്തകളിലേക്ക് വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക നില ഗുരുതരമെന്ന് വ്യക്തമാക്കി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമസഭയിൽ നടത്തിയ VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില പരുങ്ങലിലാണെന്ന് വെളിപ്പെടുത്തുന്നു. സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്ന് നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നടപ്പാക്കും. തുറമുഖ വികസന ഹബ്ബായി സംസ്ഥാനത്തെ മാറ്റും. കൃഷിക്ക് മുഖ്യ പരിഗണന നൽകി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ നടപടികളെടുക്കും. സേവന മേഖലയിൽ നിന്ന് പിന്മാറില്ലെന്ന് സർക്കാർ നയം വ്യക്തമാക്കി. +2 സീറ്റുകൾ വർദ്ധിപ്പിക്കും. സിനിമാ മേഖലയെ പ്രോത്സാഹിപ്പിക്കും. സിനിമാ നയം നടപ്പിലാക്കും. 60 വയസ്സിന് മുകളിലുള്ള കലാകാരന്മാർക്ക് പെൻഷൻ നൽകും. അഴിമതിമുക്ത ഭരണ നയപ്രഖ്യാപനത്തിൽ ഉറപ്പു നൽകി. ലഹരി തടയാൻ കർശന നടപടികളുണ്ടാകും. സൈബർ നിരീക്ഷണം ശക്തമാക്കുകയും വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കുകയും ചെയ്യും. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. വിലക്കയറ്റം തടയാൻ നടപടികളെടുക്കുമെന്നും റവന്യൂ വകുപ്പ് ഡിജിറ്റലാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. പൊതുവിദ്യാഭ്യാസ പദ്ധതി തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗൂഢനീക്കം അനുവദിക്കില്ലെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സിലബസ് കാലഹരണപ്പെട്ടതാണെന്നും അത് അടിമുടി മാറ്റണമെന്നുമുള്ള VD സതീശന്റെ പ്രസ്താവന ദൗർഭാഗ്യകരവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കൈവരിച്ച ചരിത്രപരമായ നേട്ടങ്ങളെയും ശാസ്ത്രീയമായ പാഠ്യപദ്ധതി പരിഷ്കരണത്തെയും അധിക്ഷേപിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേരളം സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായി മാറ്റിയെഴുതി. ജനകീയ ചർച്ചകളിലൂടെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തുകൊണ്ടാണ് പുതിയ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്തത്. ആ ഘട്ടത്തിൽ വികസനാത്മകമായ ഒരു നിർദ്ദേശം പോലും നൽകാൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തയ്യാറായില്ലെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ബോധപൂർവം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും അതൊരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദേശീയ നിലവാരത്തിലും അന്തർദേശീയ നിലവാരത്തിലും അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗൂഢനീക്കം നടക്കുകയാണ്. കേരള സിലബസ് കാലഹരണപ്പെട്ടതാണെന്നും അത് അടിമുടി മാറ്റണമെന്നും ഉള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ്റെ പ്രസ്താവന അങ്ങേയറ്റം നിർഭാഗ്യകരവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ചരിത്രപരമായ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണോ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല.
ശാസ്ത്രീയമായ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ അധിക്ഷേപിക്കുന്നത് ഒട്ടും ഗുണകരമായ കാര്യമായി തോന്നുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് സിലബസ് കാലഹരണപ്പെട്ടതെന്ന് വ്യക്തമാക്കുവാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കേരളം സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും മാറ്റിയെഴുതി. ഇത് കേരള സിലബസ് മോശമാണെന്നും കേരള സിലബസിൻ്റെ പാഠ്യപദ്ധതി പഴക്കം ചെന്താണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് മറ്റു ചില കോഴ്സുകളെ പ്രോത്സാഹിപ്പിക്കുവാനും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കോട്ടം തട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണോ നടത്തുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന ഘട്ടത്തിലാണ് PMശ്രീ പദ്ധതി സംബന്ധിച്ച കരാർ മരവിപ്പിക്കാൻ കേരളം തയ്യാറായത്. എന്നാൽ പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷം സതീശനുണ്ടായ വെളിപാട് അതീവ ഗൗരവമാണ്. പൊതുവിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കാനുള്ള ഏത് നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കെ രാജൻ MLA കത്ത് നൽകി. സർവീസ് റോഡ് പൂർത്തിയാകും വരെ സ്ഥാപിച്ച ഡിവൈഡർ നീക്കം ചെയ്യണമെന്നും MLA കെ രാജൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കാൻ NH അതോറിറ്റി, ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി അടിയന്തര യോഗം വിളിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കൗൺസിലിൽ ബഹളം. പ്രതിപക്ഷത്തെ KM മെഹ്റൂഫ് അവതാരകനായി ജോയ് ചെറിയാനാണ് പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല വിഷയങ്ങളും അജണ്ടയിലുള്ളതിനാൽ അടിയന്തര പ്രമേയം അനുവദിക്കാനാവില്ലെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം സ്തംഭനാവസ്ഥയിലുള്ള പദ്ധതികളുടെ ചിത്രങ്ങളുമായി എഴുന്നേറ്റ് ബഹളം തുടങ്ങി. ഭരണപക്ഷ അംഗങ്ങളും എഴുന്നേറ്റതോടെ ബഹളം കൂടി. ഇതോടെ അജണ്ടകളെല്ലാം പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ കൗൺസിൽ പിരിച്ചുവിടുകയായിരുന്നു. ഗുരുവായൂർ നഗരസഭയിലെ വികസന മുരടിപ്പും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ ഭരണപക്ഷം ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ആരോപിച്ചു. കൗൺസിൽ യോഗത്തിന് ശേഷം നടത്തിയ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിൽ മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോഴാണ് കൗൺസിൽ പിരിച്ചുവിട്ടത്. ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും ബഷീർ പൂക്കോട് പറഞ്ഞു. ഇതൊരു സമര പ്രഖ്യാപന ദിവസമായി ഈ ദിവസത്തെ കാണുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നഗരസഭയുടെ മുന്നിൽ വലിയ പ്രക്ഷോഭം UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നഗരസഭ കാണേണ്ടി വരും. നിങ്ങൾ എത്ര ദിവസം ഒളിച്ചോടും, എത്ര ദിവസം മറുപടി പറയാതിരിക്കും, എത്ര ദിവസം ഇതുപോലെ മാറി നിൽക്കും? നമുക്ക് കാണേണ്ടത് ഞങ്ങൾ വരുന്നത് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച കൗൺസിലർമാരാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ഈ ഒളിച്ചോടുന്ന പ്രവൃത്തി നഗരസഭ അവസാനിപ്പിക്കണം. പ്രതിപക്ഷ കൗൺസിലർമാരായ ആൻഡോ തോമസ്, ജലീൽ പണിക്കവീട്ടിൽ, നൌഷാദ് അഹമ്മു, ബിന്ദു നാരായണൻ, പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് അവർ സമരം നടത്തുന്നതെന്നും ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ പറഞ്ഞു. കൗൺസിലിലെ 20-21 അജണ്ടകൾ ബസ് സ്റ്റാൻഡിനെ കുറിച്ചുള്ളതാണെന്നും ആ സമയത്ത് അത് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിട്ടും പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് മുൻപ് അനുമതി ലഭിച്ച എസ്റ്റിമേറ്റിൽ ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. ഇതൊരു സാങ്കേതിക വിഷയമായതിനാൽ ഫയർ സേഫ്റ്റി കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണ്. ഇതിന് അനുമതി ലഭിച്ചാലുടൻ പണി പുനരാരംഭിക്കും. ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് കുട്ടികളുടെ പാർക്ക് നവീകരിക്കുന്നത്. സ്കൂൾ ഗ്രൗണ്ടിന്റെ കാര്യം നിയമപ്രകാരം പരിശോധിച്ച് നല്ല രീതിയിൽ തീർപ്പാക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ,
മൂന്നാം സമ്മാനമായി 25,000 രൂപ. നാലാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. കൊടകര ടൗണിലെ കാനകളിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുമായി പഞ്ചായത്ത് അധികൃതർ. കാനകളിലേക്ക് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയ 3 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ പഞ്ചായത്ത് നടപടിയെടുത്തു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് കൊടകര ടൗണിലെ കാനകൾ തുറന്നു വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. താലൂക്ക് വികസന സമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ടൗണിലെ കാനകൾ ശുചീകരിക്കാൻ നടപടിയുണ്ടായത്. പൊതുമരാമത്ത് വകുപ്പാണ് ഈ പ്രവൃത്തി നടത്തേണ്ടതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പഞ്ചായത്ത് ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. സ്കൂൾ തുറക്കുന്ന സമയമായതിനാൽ പകൽ സമയത്ത് കാനകളുടെ കോൺക്രീറ്റ് സ്ലാബ് നീക്കി ശുചീകരണം നടത്തുന്നത് കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് കണക്കിലെടുത്ത് രാത്രിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരണം നടത്തിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ചില ഭക്ഷണശാലകളിൽ നിന്നുള്ള മാലിന്യം പൈപ്പ് വഴി കാനകളിലേക്ക് ഒഴുക്കുന്നതായി കണ്ടെത്തിയത്. നീതു കൂൾബാർ എന്ന സ്ഥാപനം, സജ്ജി ബേക്കറി എന്ന സ്ഥാപനം, നീതൂസ് ബേക്കറി എന്ന 3 സ്ഥാപനങ്ങൾ മാലിന്യം ഈ കാനയിലേക്ക് ഒഴുക്കിവിടുന്നത് നേരിട്ട് കണ്ടുബോധ്യപ്പെട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് ആ 3 സ്ഥാപനങ്ങൾ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അവർക്കും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് കൊടുത്ത് നേരത്തെ സൂചിപ്പിച്ച ഫൈൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ എടുക്കാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത്. എന്തായാലും ഈ കാനയിലേക്ക് PWD ഓടയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾ ആരായാലും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖം നോക്കാതെ കർശന നടപടിയുമായിട്ട് മുന്നോട്ട് ഗ്രാമപഞ്ചായത്ത് പോകും. കാനയിലേക്ക് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയ 3 സ്ഥാപനങ്ങൾക്ക് 500,000 രൂപ വീതം പിഴയടയ്ക്കാൻ അധികൃതർ നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. TCV കൊടകര. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ വീണ്ടും പ്രതിഷേധം. പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പ്ലാന്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. അസഹനീയമായ ദുർഗന്ധമുയർന്നതോടെയാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവരമറിഞ്ഞ് MLA UR പ്രദീപ് സ്ഥലത്തെത്തി പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ ദുർഗന്ധമില്ല എന്ന് പറഞ്ഞത് രൂക്ഷമായ വാക്കേറ്റത്തിനിടയാക്കി. ജനങ്ങൾക്ക് ശല്യമായി മാറിയ മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ആവശ്യപ്പെട്ടു. മണാണ് പ്ലാന്റിന്റെ ഉള്ളിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ഈ പ്ലാന്റിന്റെ പ്രവർത്തനം അതിന്റെ അധികാരികളെ നിർത്തിവെക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നായാലും അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് അറിയിക്കാനുള്ളത്. ഇത് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടരാൻ കഴിയില്ല എന്നാണ് അറിയിക്കാനുള്ളത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെയും അമല മെഡിക്കൽ കോളേജിലെയും നഴ്സുമാരുടെ സമരം ഒത്തുതീർക്കാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ യോഗം വിളിച്ചു. ജൂൺ 2 ഉച്ചതിരിഞ്ഞ് 2:30 മന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ശമ്പള വർധന ആവശ്യപ്പെട്ട് കഴിഞ്ഞ 64 ദിവസമായി ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാർ ആശുപത്രി പടിക്കൽ സമരം നടത്തിവരികയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും VS മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. മുൻ കോതമംഗലം MLA ആണ്. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ യുവതിയെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാത്തുകുന്ന് മാരാത്ത് ഹൗസിൽ രാമദാസിന്റെ ഭാര്യ 48 വയസ്സുള്ള സുമതിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ സുമതിയെ കാണാതായിരുന്നു.
തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലാണ് വീടിന് സമീപത്തെ ക്വാറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുണി അലക്കാനായി പോയപ്പോൾ അബദ്ധത്തിൽ ക്വാറിയിലെ വെള്ളത്തിൽ വീണതാകാമെന്നാണ് പ്രാഥമിക സൂചന. വടക്കഞ്ചേരി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വടക്കഞ്ചേരി പോലീസ് SI PV പ്രദീപ്, ASI സുധീർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സജീവ് കുമാർ, ശ്യാംകുമാർ, സവാദ്, കൃഷ്ണരാജ്, വൈശാഖ്, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. വിവരമറിഞ്ഞ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP മദനൻ, ഷീല മോഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. പൂവത്തിങ്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സൊസൈറ്റി ജംഗ്ഷനിൽ സമാപിച്ച ശേഷമായിരുന്നു ബൈക്ക് കത്തിക്കൽ. പാഷൻ പ്രോ ബൈക്ക് കത്തിച്ചായിരുന്നു പ്രതിഷേധം. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM ടൻസൺ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KR സജീവൻ അധ്യക്ഷത വഹിച്ചു. VK സുനിൽകുമാർ, ഷൈനി അശോകൻ, നയനതാര ചാത്തൻ, KJ തോമസ്, ആൻഡു കളത്തിങ്കൽ, അക്ഷയ് സുരേഷ്, PS സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് മറ്റും വിൽപ്പന നടത്തുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവുമായി 2 പ്രതികൾ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായി. കൊടുങ്ങല്ലൂർ എടവലങ്ങ് സ്വദേശികളായ മേലെഴുത്ത് വീട്ടിൽ സച്ചു, ചെട്ടിപ്പാടത്ത് വീട്ടിൽ സായി ആനന്ദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ വലയിലാക്കിയത്. പ്രതികളെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO ബിജോയ്, SIമാരായ ശിവശങ്കരൻ, വിവേക്, ജോഷി തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. യുവതിക്ക് പാമ്പുകടിയേറ്റു. തിരുവില്ലാമല സ്വദേശിനി ദിവ്യയ്ക്കാണ് കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് നിന്ന് പാമ്പുകടിയേറ്റത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ പട്ടികജാതി വിരുദ്ധ വിധിക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ദളിത് സുരക്ഷയ്ക്ക് ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. തെക്കേ ഗോപുര നടയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധ യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PK ഗിരിജ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ PK കൃഷ്ണൻകുട്ടി, PA ലജിക്കുട്ടൻ, ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് KV ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ജനകീയനായ വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K അനിൽകുമാർ ശനിയാഴ്ച വിരമിക്കുന്നു. 26 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സർവീസിൽ നിന്നുള്ള പടിയിറക്കം. സേവന കാലയളവിൽ 8 ജില്ലകളിലെ 14 ജയിലുകളിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട് സ്ഥാനങ്ങളിൽ അനിൽകുമാർ പ്രവർത്തിച്ചു. അവിടങ്ങളിലെല്ലാം ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ജയിലുകളെ കേവലം തടവറകളായി കാണാതെ തിരുത്തലിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയായിരുന്നു അനിൽകുമാർ. ജയിലുകളിൽ നിന്ന് സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന നിരവധി പദ്ധതികളിലൂടെ ശ്രദ്ധേയനായി മാറി. 2011 വിയൂരിൽ സൂപ്രണ്ട് ഇൻചാർജ് ആയിരിക്കെയാണ് ജയിൽ ചപ്പാത്തി ആദ്യമായി വിപണിയിലെത്തിക്കുന്നത്. ആലത്തൂർ സബ് ജയിലിൽ രാഗമാലിക മ്യൂസിക് തെറാപ്പി, കോഴിക്കോട് ജില്ലാ ജയിലിൽ പ്രസൻ മ്യൂസിക് ബാൻഡ്, എറണാകുളം ജയിലിൽ ഷെയർ മീൽ പദ്ധതി, വിയൂരിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ തുടങ്ങിയ പദ്ധതികൾ കർമ്മപഥത്തിലെ നാഴികക്കല്ലുകളാണ്. 2014 ജയിലുകളിൽ ആദ്യമായി സാങ്കേതിക പഠന സംഘത്തെ നിയോഗിച്ച് പ്രിസൺസ് ടെക്നീസിയ എന്ന സമഗ്ര പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ജയിൽ വകുപ്പിന് എനർജി കൺസർവേഷൻ അവാർഡ് നേടിക്കൊടുക്കാൻ ഇത് സഹായിച്ചു. പുതിയ സർക്കാർ ജയിലുകൾ സ്വയം പര്യാപ്തമാവുന്നതിനെ കുറിച്ച് പുതിയ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാർ പറയുകയുണ്ടായി.
അത് സാധ്യമാണ്. സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് നടക്കാനായിട്ട് സാധ്യമാണ്. കാരണം ജയിലുകളിൽ ധാരാളം സ്ഥലമുണ്ട്, ധാരാളം മാൻ പവർ ഉണ്ട്, ധാരാളം സാധ്യതകളുണ്ട്. അപ്പോൾ ജയിലിലെ തടവുകാരുടെ മാനുഷിക ഉപശേഷിയെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി നമുക്ക് പൈസയാക്കി മാറ്റാൻ, ലാഭം ഉണ്ടാക്കാനും സാധിക്കും. ജയിലുകളുടെ ചെലവുകൾക്ക് വേണ്ടി എക്സ്ചക്കറെ ടാക്സ് പണത്തിന് ഉപയോഗിക്കാതെ ജയിലുകളിൽ തന്നെ കുറേയേറെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണം പാലക്കാട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 30% നമ്മൾ അവിടെ സ്വയം പര്യാപ്തതയിലേക്ക് വന്നിട്ടാണ്. അത് കറണ്ടിൻ്റെ ഇനത്തിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ട്, LPGയുടെ ഇനത്തിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട്, പച്ചക്കറി, പിന്നെ പാല് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറെക്കുറെ നമുക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ജയിലിന് ISO 9001:2015 സർട്ടിഫിക്കേഷൻ അവിടെ ലഭിച്ചത്. അനിൽകുമാറിന്റെ ശ്രമഫലമായി വിയൂർ ജയിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമായി. കൂടാതെ ആട്, പന്നി, പൗൾട്രി ഫാം, മറ്റ് കൃഷികൾ എന്നിവയിലൂടെ വലിയ വരുമാന വർധനവാണ് ജയിലിലുണ്ടായിരിക്കുന്നത്. ജയിലിലേക്ക് ആവശ്യമായ പച്ചക്കറിയുടെ 50% ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. 4 നൂറ്റാണ്ട് കാലത്തെ സേവന കാലയളവിൽ 50 ഗുഡ് സർവീസ് എൻട്രിയും മുഖ്യമന്ത്രിയുടെ പ്രസൻ അവാർഡുമടക്കം തേടിയെത്തിയ നിരവധി അംഗീകാരങ്ങളുടെ തിളക്കവുമായാണ് അനിൽകുമാർ പടിയിറങ്ങുന്നത്. TCV ന്യൂസ്, തൃശൂർ. കാഞ്ഞാണിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ലോങ് സീറ്റ് ഒടിഞ്ഞു വീണ് അമ്മയ്ക്കും കുഞ്ഞിനും പരിക്ക്. 1.5 വയസ്സുള്ള കുഞ്ഞും അമ്മയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നിൽജ എസ് കുമാർ, മകൾ ആദി രുദ്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. ബസ് ജീവനക്കാർ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാതെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിവിട്ടതായും പരാതിയുണ്ട്. തൃശൂർ എടമുട്ടം റൂട്ടിലോടുന്ന ബഡീസ് ബസ്സിലാണ് സംഭവം. ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ സംസ്ഥാന സർക്കാരിന് നന്ദി അർപ്പിച്ച് ആശാപ്രവർത്തകർ തൃശൂരിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തൃശൂർ പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആശാ സമരം ഐക്യദാർഢ്യ സമിതി ജില്ലാ കോർഡിനേറ്റർ കുസുമം ജോസഫ്, ഐക്യദാർഢ്യ സമിതി അംഗങ്ങളായ VS ഗിരീശൻ, ശശി അരിമ്പൂർ, PS മോഹനൻ, ചെറിയാൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നഷ്ടപ്പെട്ട 25 മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്തതായി സിറ്റി പോലീസ് അറിയിച്ചു. ആന്ധ്രാപ്രദേശ്, ബീഹാർ, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത്. സയർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത പരാതികളിലാണ് നടപടിയുണ്ടായത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് മൊബൈൽ ഫോണുകൾ ഉടമസ്ഥർക്ക് കൈമാറി. അസിസ്റ്റന്റ് കമ്മീഷണർ M ശശിധരനും ചടങ്ങിൽ പങ്കെടുത്തു. ഫുട്ബോൾ ആവേശത്തിലേക്ക് ലോകം കടക്കുമ്പോൾ അതിന് ചുവടുപിടിച്ച് പൂരനഗരിയിൽ നിന്നും വേറിട്ടൊരു ലോകകപ്പ് ആൽബവും. തൃശൂർ സ്വദേശിനിയും ഓട്ടിസം ബാധിതയുമായ പൂജ രമേശാണ് ഗൊലാസോ എന്ന വീഡിയോ ആൽബത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഫുട്ബോൾ സംഗീത ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഓട്ടിസത്തെ അതിജീവിച്ചൊരു ഗായിക ശബ്ദം നൽകിയത്. ചേതന സംഗീത നാട്യ അക്കാദമിയിൽ നിന്ന് കർണാടക സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ പൂജ കഴിഞ്ഞ 2 വർഷവും സർഗാത്മക പ്രതിഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി പുരസ്കാരവും നേടിയിട്ടുണ്ട്. കൂടാതെ നിരവധി ദേശീയ അന്തർദേശീയ ബഹുമതികളും ഈ പ്രതിഭയെ തേടിയെത്തി. പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റി ദൈർഘ്യമേറിയ സംഗീത കച്ചേരികൾ നടത്തിയും ശ്രദ്ധ നേടിയിട്ടുള്ള പൂജ പ്രത്യേക പരിശീലനത്തിലൂടെയാണ് ആൽബത്തിനായി തയ്യാറെടുത്തത്. മുൻകാല ഫുട്ബോളർ സുരേഷ് മാഞ്ചസ്റ്ററാണ് രചനയും സംഗീതവും എഡിറ്റിംഗും ആനിമേഷനും നിർവഹിച്ച് ആൽബം തയ്യാറാക്കിയത്. സംഗീത മേഖലയിൽ യാതൊരുവിധ ശാസ്ത്രീയ പരിജ്ഞാനവുമില്ലാത്ത സുരേഷിന് കൈമുതലായത് കാൽപന്ത് കളിയോടുള്ള ആവേശവും അഭിനിവേശവും മാത്രമാണ്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിനായി ഓ ഫുട്ബോൾ എന്ന ആൽബവും തയ്യാറാക്കി ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. യൂട്യൂബിൽ റിലീസ് ചെയ്ത ആൽബം നിരവധി പേരാണ് ഇതിനോടകം കണ്ടത്. TCV തൃശൂർ.
സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വെസ്റ്റ് ഉപജില്ലയിൽ അമ്മ വായനയും വിദ്യാലയങ്ങൾക്കുള്ള പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ BRCയിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ കൗൺസിലർ സാജൻ C. ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. കുട്ടികളിലെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകൻ ഡോക്ടർ KG രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. വിദ്യാരംഗം കൺവീനർ സുനിൽകുമാർ, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി D. കൊള്ളന്നൂർ, സന്തോഷ് കുമാർ, മനീഷ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് നൈൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങുന്ന കുഞ്ഞോമനകൾക്ക് കൈത്താങ്ങായി കൈപ്പറമ്പ് നൈൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ NABH സർട്ടിഫിക്കറ്റിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. ആശുപത്രി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നൈൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അലോക്, ജോയിന്റ് MD ജിത അലോക്, ഡോക്ടർമാർ, ആശുപത്രി സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സാമൂഹിക പ്രതിബദ്ധതയും ആരോഗ്യ സേവന രംഗത്തെ മികവും ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് നൈൽ ആശുപത്രി പിന്തുടരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള 2025 അവാർഡുകൾ തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വിതരണം ചെയ്തു. DMO ഡോക്ടർ TP ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ഫ്ലമി ജോസ്, DTO ഡോക്ടർ ജിൽഷ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. TB മുക്ത പഞ്ചായത്ത് അവാർഡിന് അർഹരായ അതിരപ്പള്ളി, ചാഴൂർ, തോളൂർ എന്നീ പഞ്ചായത്തുകൾക്ക് ശില്പവും സർട്ടിഫിക്കറ്റും കളക്ടർ സമ്മാനിച്ചു. മുൻമന്ത്രിയും CPI നേതാവുമായിരുന്ന VK രാജന്റെ ചരമവാർഷിക ദിനത്തിൽ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു. പുല്ലൂറ്റ് നടന്ന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, നേതാക്കളായ KV വസന്തകുമാർ, CC വിപിൻ ചന്ദ്രൻ, TP രഘുനാഥ്, CK രാമനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,450 രൂപ, പവന് 1,15,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിന്റെ സാമ്പത്തിക നില ഗുരുതരമെന്ന് വ്യക്തമാക്കി ഗവർണറുടെ നയപ്രഖ്യാപനം. ഭൂനിയമങ്ങളിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവ അവധി. കേരള സിലബസ് കാലാഹരണപ്പെട്ടതാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. ബോധപൂർവം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും ശിവൻകുട്ടി. ദേശീയപാത ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് K. രാജൻ MLA കത്ത് നൽകി. പ്രതിസന്ധി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അടിയന്തര യോഗം വിളിക്കണമെന്നും MLA. ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനം ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി. ഭരണപക്ഷം ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷം. കൊടകര ടൗണിലെ കാനകളിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുമായി പഞ്ചായത്ത് അധികൃതർ. കാനകളിലേക്ക് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയ 3 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ വീണ്ടും പ്രതിഷേധം. അസഹനീയമായ ദുർഗന്ധമുയർന്നതോടെയാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.